ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിനോ ടോക്സ്. ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവിയായ ഗുരുവായൂർ അമ്പലനടയിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഡയറക്ടർ വിപിൻ ദാസ്, റൈറ്റർ ദീപു പ്രദീപ്, പ്രൊഡ്യൂസ്ഡ് ബൈ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ, സുപ്രിയ മേനോൻ. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനശ്വര രാജേന്ദ്രൻ ആൻഡ് നിഖില വിമൽ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. പിന്നെ ഇവരെ കൂടാതെ ജഗദീഷ്, ബൈജു, ഇർഷാദ്, പിന്നെ ഒരു പഴയ നടി രേഖ, അജു വർഗീസ്, പിന്നെ തമിഴ് നടൻ യോഗി ബാബു, അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ അണിനിരന്നിട്ടുള്ളൊരു ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മൂവിയാണ്. നല്ല രസമുള്ള, നല്ല വൃത്തിയുള്ള നല്ലൊരു മൂവി. നമുക്ക് കണ്ടങ്ങ് ലയിച്ചിരിക്കാൻ പറ്റുന്നൊരു മൂവി. അതാണ് ഈ മൂവിനെ പറ്റി ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതിലെ പൃഥ്വിരാജിൻ്റെയും അതേപോലെ ബേസിൽ ജോസഫ് അറിയാമല്ലോ. ബേസിലിൻ്റെ ആ ഒരു കുസൃതിയും കാര്യങ്ങളും, ആ ഒരു ബേസിലിൻ്റെ നേച്ചർ തന്നെ, ആ സ്വന്തമായിട്ടുള്ള ആ ഒരു നേച്ചർ തന്നെയാണ് ഇതിലും ഈ ഒരു കഥാപാത്രത്തിലും ബേസിലിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ പൃഥ്വിരാജിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന രാജുവേട്ടൻ പൃഥ്വിരാജ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. നല്ല ആ ഒരു ക്യാരക്ടറിനെ അത്രയും 100% പൃഥ്വിരാജ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സൂപ്പറായി. പിന്നെ ജഗദീഷ്, ബൈജു എല്ലാവരും നല്ല വൃത്തിക്ക് അവരവരെ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഓവറാക്കി കുളമാക്കി ചളമാക്കിയിട്ടില്ല. പിന്നെ ഇതിൽ അല്ലാതെ കുറേ കോമഡി താരങ്ങളൊക്കെ ഉണ്ട്. ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ട് ഇതിൽ. പുള്ളിക്കാരൻ നല്ല കോമഡിയാണ്. നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ കോമഡി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇതൊരു പണ്ടത്തെ ഒരു ജയറാമിൻ്റെ ഒക്കെ ഒരു പണ്ടത്തെ പടങ്ങളിലെ ഒരു ഫാമിലി കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എല്ലാം കൂടി ഒരു കല്യാണ വീട്ടിലോ ഒരു ഉത്സവ പറമ്പിലൊക്കെ അവസാനിക്കുന്നൊരു സംഭവമല്ലേ. എല്ലാം കൂടി ക്ലൈമാക്സിലേക്ക് വന്നിട്ട് ഒരു ക്ലൈമാക്സിൽ എല്ലാവരും കൂടി കലർന്നിട്ടുള്ള അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എൻഡിങ്ങിൽ അവസാനിക്കുന്നൊരു സംഭവമല്ലേ. ആ ഒരു രീതിയിലാണ് ഈ പടം. അപ്പം നല്ല മൂവിയാണ്. കൂടുതൽ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇത് പോകുന്നില്ല. എന്തായാലും കാണാൻ നല്ല വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. എൻജോയ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ വിനേഷ് സൈനിങ് ഓഫ്.